നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ലോകാവസാനം എത്താറായോ? സംശയം ശക്തി പ്രാപിക്കുന്നു. ചർച്ചകൾ സോഷ്യൽ മീഡിയയിലടക്കം കൊഴുക്കുന്നു. എന്തായാലും ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളെന്ന് ചിലർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അത്തരത്തിലൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒരു മീന് തീർത്തിരിക്കുന്ന ഭീതി ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഇപ്പോൾ ലോകാവസാനം എന്ന ചർച്ചയിലേക്ക് എത്താൻ കാരണം ഓർ മത്സ്യമാണ്. വളരെയധികം ഭീതി തീർത്ത് കരയിലേക്ക് അടിഞ്ഞ ഓർ മത്സ്യം. കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾക്ക് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്നാണ് ചിലർ കരുതുന്നത്. ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് ജപ്പാൻ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസം. ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർ ഫിഷ്. ഈ മീനിനെ പറ്റി ജപ്പാനിൽ കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളുടെയും സുനാമികളുടെയും ഒക്കെ സൂചനയാണ് എന്നാണ് വിലയിരുത്തൽ. 2011 ജപ്പാനിലെ ഫുകുഷിമയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നു. കടലിൽ 3300 അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. പാമ്പിനോട് സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾ. അവയ്ക്ക് 20 അടിയിലേറെ നീളമുണ്ട്. കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നത് എന്നാണ് നിഗമനം. എന്നാൽ ഇതിന് ഇതുവരെയും ശാസ്ത്രീയമായ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. ഈ മാസം ഇത്തരത്തിലൊരു ഓർ മത്സ്യം വീണ്ടും കരയിൽ അടിഞ്ഞിരുന്നു. ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുകയാണ്. ആശങ്കയും കൂടുകയാണ്, ചർച്ചകൾ കൊഴുക്കുകയാണ്. പുറത്തു വന്ന വീഡിയോ മെക്സിക്കോയിൽ നിന്നാണ് ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കടലിൽ നിന്ന് വളരെ വേഗത്തിൽ ഓർ മത്സ്യം കരയിലേക്ക് വരുന്നത് വീഡിയോയിൽ ദൃശ്യമാണ്. ഓറഞ്ച് നിറത്തിലുള്ള ചിറകുകൾ ഇതിനുണ്ട്. കരയിലെത്തിയ ഉടൻ അത് നിശ്ചലമായി കിടക്കുന്നു. ശേഷം ഒരാൾ അതിനെ എടുത്ത് കടലിലേക്ക് ഇടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വ്യക്തമാണ്. എന്തായാലും ഓർ മത്സ്യം ഇത്തരത്തിലേക്ക് കരയിലേക്ക് അടുക്കുന്ന വീഡിയോ വളരെ വലിയ രീതിയിലുള്ള ലോകാവസാനം എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ആംഗ്ലർ ഫിഷ് അഥവാ ആഴക്കടലിന്റെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന ഒരു മീനുണ്ട്. നെറ്റി ഭാഗത്തുള്ള ചെറിയ പ്രകാശവും കൂർത്ത പല്ലുകളുമുള്ള ഈ മത്സ്യത്തെ കണ്ടാൽ തന്നെ ഏവർക്കും പേടി തോന്നും. ഒരു ചെകുത്താന്റെ രൂപമുള്ള മത്സ്യം. ആംഗ്ലർ ഫിഷ് അടുത്തിടെ കടലിന് മുകളിലെത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. എന്നാൽ മുകളിലെത്തിയതിന് പിന്നാലെ ഈ മത്സ്യം ചത്തുപോയി. സമുദ്രത്തിന്റെ 16,000 അടി വരെ താഴ്ചയിലാണ് ആംഗ്ലർ ഫിഷിന്റെ വാസം. ഇത് സമുദ്രത്തിന് മുകളിൽ എത്തിയത് അപകട സൂചന എന്നാണ് ചില വിലയിരുത്തൽ. എന്താണ് സമുദ്രത്തിനടിയിൽ നടക്കുന്നത് എന്ന ആശങ്ക ഇപ്പോൾ ശക്തമാവുകയാണ്. പക്ഷേ ഇത്തരത്തിൽ ആംഗ്ലർ ഫിഷും ഓർ മത്സ്യവും കടലിന് മുകളിൽ എത്താറുണ്ടെന്നും ലോകാവസാനമൊന്നുമല്ലെന്നും മറ്റു ചിലരും പറയുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന ആശങ്ക വളരെയധികം ശക്തമാവുകയാണ്. ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഓർ. ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് വിശ്വാസം. സാധാരണഗതിയിൽ സമുദ്രോപരിതലത്തിൽ നിന്നും 656 മുതൽ 3200 അടി വരെ താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ആഴക്കടലിൽ വസിക്കുന്ന ഓർ മത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജലോപരിതലത്തിൽ എത്തുന്നതെന്നാണ് പരക്കെയുള്ള വിശ്വാസം.